ഭൂമിയിൽ നിന്നും 24,000 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കെ ഒരു വിമാനത്തിൻ്റെ മേൽഭാഗം പെട്ടെന്ന് അടർന്നു പോകുക. എന്നിട്ടും കാര്യമായ ആളപായങ്ങളില്ലാതെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ കാലത്ത് നിരവധി വിമാന അപകടങ്ങളെക്കുറിച്ച് കേൾക്കുന്ന നമുക്ക് ഒരുപക്ഷെ ഈ സംഭവം അവിശ്വസനീയമായി തോന്നും. 1988 അമേരിക്കയിൽ സംഭവിച്ച അത്ഭുതകരമായ സംഭവമാണിത്. അമേരിക്കൻ എയർലൈൻസായ അലോഹയുടെ ബോയിങ് 737 വിമാനം 88 ഏപ്രിൽ 28 ഉച്ചയ്ക്ക് 1:25 അമേരിക്കയിലെ ഹിലോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നു. 90 യാത്രക്കാരും 5 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഹവായിയിലെ ഹോണോലുലുവിലേക്കായിരുന്നു യാത്ര. വിമാനം അതിൻ്റെ പറക്കൽ പാതയായ 24,000 അടി ഉയരത്തിൽ എത്തി. ഇതിനിടെ വിമാനം ആടി ഉലയുന്നതായി പൈലറ്റിന് മനസ്സിലായി. പൈലറ്റ് വിമാനം നിയന്ത്രിച്ചു നിർത്താൻ ശ്രമം നടത്തുന്നതിനിടെ ഒരു വലിയ ശബ്ദത്തോടെ വിമാനത്തിന്റെ കോക്പിറ്റിന് തൊട്ടു പിന്നിൽ നിന്നും ഫോർവിംഗ് ഏരിയ വരെയുള്ള 18 അടിയോളം ഭാഗം പറന്നു പോകുന്നു. യാത്രക്കാർക്ക് മുകളിൽ ആകാശം മാത്രം. എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ സീറ്റിൽ നിന്നും ഇളകിയില്ല. എന്നാൽ വിമാനത്തിൽ ഏതാണ്ട് മധ്യഭാഗത്തായി നിന്നിരുന്ന 37 വയസ്സുള്ള എയർ ഹോസ്റ്റസ് ക്ലാര ബെല്ല പെട്ടെന്ന് പുറത്തേക്ക് തെറിച്ചുപോയി. വിമാനത്തിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. വായു മർദ്ദത്തിന്റെ വ്യത്യാസമാണ് പെട്ടെന്ന് ഈ എയർ ഹോസ്റ്റസ് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള കാരണമായി പറയപ്പെടുന്നത്. മുഴുവൻ യാത്രക്കാരും ബെൽറ്റ് ധരിച്ച് ഇരുന്നത് കൊണ്ട് യാത്രക്കാർക്കും മറ്റുള്ള വിമാന ജീവനക്കാർ മേൽക്കൂര തെറിച്ചുപോയ ഭാഗത്ത് അല്ലാതിരുന്നത് കൊണ്ടുമാണ് രക്ഷപ്പെട്ടത്. ഈ സമയം വിമാനം പറത്തിയിരുന്ന ഫസ്റ്റ് ഓഫീസർ ടോപ്കിൻസിൽ നിന്നും ക്യാപ്റ്റൻ ഷോൺ സ്റ്റൈമർ നിയന്ത്രണം ഏറ്റെടുത്തു. തൊട്ടടുത്ത കഹ്ലുയി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനത്തിന്റെ ഇടത് എഞ്ചിൻ തകരാറിലായി. മൂക്ക് ഗിയർ ശരിയായി താഴ്ത്തിയിട്ടുണ്ടോ എന്ന് ഫ്ലൈറ്റ് ക്രൂവിന് ഉറപ്പില്ലായിരുന്നു. എങ്കിലും അപകടം നടന്ന 13 മിനിറ്റിന് ശേഷം റൺവേയിൽ അതിഭയാനകമായ അപകടത്തെ അതിജീവിച്ച് അതിസാഹസികമായി വിമാനം ഇറക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 8 പേർ ഉൾപ്പെടെ 65 പേർക്ക് ഈ സംഭവത്തിൽ പരിക്കേറ്റു. എന്നാൽ അപകട സമയത്ത് ആകാശത്ത് വെച്ച് വിമാനത്തിൽ നിന്നും തെറിച്ചുപോയ എയർ ഹോസ്റ്റസ് ക്ലാര ബെല്ല മാത്രമാണ് മരണമടഞ്ഞത്. എന്നാൽ പിന്നീട് എത്ര തിരഞ്ഞിട്ടും ഇവരുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിമാനം മേൽക്കൂര ഇല്ലാതെ റൺവേയിൽ പറന്നിറങ്ങിയത്.